മുഹമ്മദ് അലി മാസ്റ്റർ ഓൺലൈൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇത്. വെർബുകളെക്കുറിച്ചാണ് ഇതിൽ നമ്മൾ പ്രതിപാദിക്കുന്നത്. വെർബുകളുടെ പഠനം എന്നത് ഇംഗ്ലീഷ് ഭാഷാ പഠനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതുകൊണ്ട് ഈ ക്ലാസ് വളരെ നന്നായി ശ്രദ്ധിച്ച് വളരെ വിശദമായി വെർബുകളെക്കുറിച്ച് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യണം. അതുകൊണ്ട് ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും വെർബുകളെക്കുറിച്ച് നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് ക്ലാസ് തുടങ്ങാം. ആദ്യമായി നമുക്ക് വെർബിൻ്റെ ഡെഫിനിഷൻ നോക്കാം. വാട്ട് ഈസ് എ വെർബ്? എ വെർബ് ഈസ് എ വേർഡ് വിച്ച് ഡിനോട്ട്സ് ആൻ ആക്ഷൻ. അതായത് ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്കിനെ ക്രിയ അഥവാ വെർബ് എന്ന് പറയുന്നു. എന്ത് പ്രവൃത്തിയാണെങ്കിലും ആ പ്രവൃത്തിക്ക് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന വാക്ക് ഏതാണോ അതിനെ ഇംഗ്ലീഷിൽ വെർബ് എന്ന് വിളിക്കുന്നു. ഇപ്പോൾ ഉദാഹരണം നോക്കാം. ഗോ പോകുന്നു, കം വരുന്നു, റീഡ് വായിക്കുന്നു, റൈറ്റ് എഴുതുന്നു, സ്റ്റാൻഡ് നിൽക്കുന്നു, സിറ്റ് ഇരിക്കുന്നു, സ്റ്റഡി പഠിക്കുന്നു. ഇങ്ങനെ എല്ലാ പ്രവൃത്തികളും വെർബുകളാണ്. ഇനി വെർബുകളെക്കുറിച്ച് വിശദമായി പഠിക്കാൻ പോവുകയാണ്. നല്ലോണം ശ്രദ്ധിക്കുക. സ്ലൈഡ് ശ്രദ്ധിക്കുക. Verbs are divided into two. Verbs are divided into two. ക്രിയകളെ രണ്ടായി തിരിച്ചിരിക്കുന്നു. ക്രിയകളെ രണ്ടായി തിരിച്ചിരിക്കുന്നു. ഒന്ന് ട്രാൻസിറ്റീവ് വെർബ്, അതായത് സകർമ്മക ക്രിയ. രണ്ട് ഇൻട്രാൻസിറ്റീവ് വെർബ്, അതായത് അകർമ്മക ക്രിയ. ഇനി ഓരോന്നും പ്രത്യേകമായി പഠിക്കാം. അതിൽ ആദ്യത്തേത് ട്രാൻസിറ്റീവ് വെർബ്, സകർമ്മക ക്രിയ. എ വെർബ് ദാറ്റ് റിക്വയേഴ്സ് an object to complete its meaning is called transitive verb. എന്താണ് അതിൻ്റെ അർത്ഥം? ഒരു വെർബിന് അതിൻ്റെ അർത്ഥം പൂർത്തിയാക്കണമെങ്കിൽ ഒരു ഓബ്ജക്റ്റ്, അതായത് കർമ്മം ആവശ്യമാണെങ്കിൽ അത്തരം വെർബുകളെ ട്രാൻസിറ്റീവ് വെർബ് അല്ലെങ്കിൽ സകർമ്മക ക്രിയ എന്ന് പറയുന്നു. ഇനി ഇൻട്രാൻസിറ്റീവ് വെർബ് എന്താണെന്ന് നോക്കാം. ഇൻട്രാൻസിറ്റീവ് വെർബ്, അകർമ്മക ക്രിയ. എ വെർബ് ദാറ്റ് ഡസ് നോട്ട് റിക്വയർ an object to complete its meaning is called ഇൻട്രാൻസിറ്റീവ് വെർബ്. അതായത് ഒരു ക്രിയക്ക്, ഒരു വെർബിന് അതിൻ്റെ പൂർണ്ണമായ അർത്ഥം കിട്ടുവാൻ ഒരു ഓബ്ജക്റ്റ്, കർമ്മം ആവശ്യമില്ലെങ്കിൽ അത്തരം വെർബിനെ ഇൻട്രാൻസിറ്റീവ് വെർബ്, അകർമ്മക ക്രിയ എന്ന് പറയുന്നു.
ട്രാൻസിറ്റീവ് വെർബും ഇൻട്രാൻസിറ്റീവ് വെർബും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇനി ഞാൻ ഓബ്ജക്റ്റ് എന്ന ഒരു ഭാഗം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ഓബ്ജക്റ്റ്, കർമ്മം. When we make a question using the verb and word what or whom, the answer we get is the object. അതായത് വെർബും വാട്ട് അല്ലെങ്കിൽ ഹും എന്ന വാക്കും ഉപയോഗിച്ച് നമ്മൾ ഒരു ചോദ്യം ഉണ്ടാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം അതിൻ്റെ ഓബ്ജക്റ്റായിരിക്കും, കർമ്മമായിരിക്കും. ഉദാഹരണം, ഐ ഗേവ് മൈ സൺ എ പെൻ. ഞാൻ എൻ്റെ മകന് ഒരു പേന കൊടുത്തു. ഗേവ് വാട്ട്, എന്താണ് കൊടുത്തത്? ഉത്തരം എ പെൻ. അത് ആ വെർബിൻ്റെ ഡയറക്റ്റ് ഓബ്ജക്റ്റാണ്, നേരിട്ടുള്ള കർമ്മമാണ്. ഇനി ചോദ്യം എന്താ? ഗേവ് ഹും, ആർക്കാണ് കൊടുത്തത്? മൈ സൺ, എൻ്റെ മകന്. ഇതൊരു ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റാണ്, നേരിട്ടുള്ളതല്ലാതെ ഓബ്ജക്റ്റ്. അത് എങ്ങനെ കിട്ടുന്നത്? നമ്മൾ ക്രിയയോട് വാട്ട് എന്ന് ചോദിക്കുക. അപ്പോൾ നമ്മൾ ഇതിലെ ക്രിയ ഏതാ? ഐ ഗേവ് മൈ സൺ എ പെൻ എന്നാണല്ലോ. അതിൽ ഗേവ് എന്നാണ് ക്രിയ. അതിനോട് നമ്മൾ ചോദിച്ചു ഗേവ് വാട്ട്, പെൻ എന്ന എന്ത് കൊടുത്തു? ഇതിലെ എന്താ? ഓബ്ജക്റ്റ്, പേന, നേരിട്ടുള്ള കർമ്മം. എന്നാൽ ഐ ഗേവ് മൈ സൺ എ പെൻ, അതിൽ ആർക്ക് കൊടുത്തു എന്ന് ചോദിച്ചാൽ ഗേവ് ഹും, ആർക്ക് കൊടുത്തു? മൈ സൺ, എൻ്റെ മകന് കൊടുത്തു. അപ്പോൾ അത് ആ ഗേവ് എന്ന ക്രിയയുടെ നേരിട്ടുള്ള ഓബ്ജക്റ്റ് അല്ല, ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് എന്നാണ് അതിനെ പറയുന്നത്, നേരിട്ടല്ലാത്ത ഓബ്ജക്റ്റ്. അപ്പോൾ ഈ വാചകത്തിൽ രണ്ട് ഓബ്ജക്റ്റുകളുണ്ട്. ഇങ്ങനെ നമുക്ക് ഒരു വാചകം എഴുതിയിട്ട് ആ ക്രിയയോട് ചോദിക്കുക എന്ന് പറയുമ്പോൾ ക്രിയയുടെ അർത്ഥം കൂട്ടിയിട്ട് ചോദിക്കണം. ക്രിയനോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് വെറുതെ ക്രിയനോട് ഇങ്ങനെ വാട്ട് ഹും എന്ന് ചോദിച്ചാൽ എന്താ കിട്ടുക? അപ്പോൾ അതുകൊണ്ട് അർത്ഥം കൂട്ടി ചോദിക്കണം എന്ന് പറഞ്ഞാൽ ഗേവ്, ഗേവ് വാട്ട്, ഗേവ് ഹും. അപ്പോൾ ഗേവ് വാട്ട് എന്നതിന് ഉത്തരമുണ്ട്. എന്താ കൊടുത്തത്? എ പെൻ. ഗേവ് ഹും എന്നതിന് ചോദിച്ചാൽ ഉത്തരമുണ്ട്. ആർക്കാ കൊടുത്തത്? മൈ സൺ. അങ്ങനെ ഇതിൽ രണ്ട് ഓബ്ജക്റ്റുകൾ ഉണ്ട്. ഇപ്പോൾ ഒരു വാചകത്തിലെ ഓബ്ജക്റ്റിനെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലായി. ഇനി ഓബ്ജക്റ്റിനെ കുറിച്ച് വിശദമായി നമ്മൾ പാസീവ് വോയിസ് എടുക്കുമ്പോൾ പഠിപ്പിക്കും. ഇനി നമ്മൾ വെർബുകൾ എന്ന ഭാഗത്തേക്ക് തന്നെ തിരിച്ചു പോകാം. അതിനിടയ്ക്ക് ഓബ്ജക്റ്റിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞു തന്നത്. ഇനി നമ്മൾ വെർബുകളുടെ, ക്രിയകളുടെ രൂപങ്ങളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഫോംസ് ഓഫ് വേർബ്സ്. ക്രിയകളുടെ രൂപങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, ബേസ് ഫോം, V1. വി എന്ന് പറഞ്ഞാൽ വെർബിൻ്റെ ആദ്യത്തെ അക്ഷരം, വൺ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ രൂപം, ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ്, ക്രിയയുടെ ഒന്നാമത്തെ രൂപം. ഒരു ഉദാഹരണം അതിൻ്റെ കൂടെ കൊടുത്തു, ഗോ, പോവുക. അതിൻ്റെ രണ്ടാമത്തെ രൂപം പാസ്റ്റ് ഫോമാണ്, ഭൂതകാലത്തിൽ ഉപയോഗിക്കുന്ന രൂപമാണ്. V2, സെക്കൻഡ് ഫോം ഓഫ് ദ വെർബ്, വെർബിൻ്റെ, ക്രിയയുടെ രണ്ടാമത്തെ രൂപം. അടുത്തത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ്, V3, വെർബിൻ്റെ, ക്രിയയുടെ മൂന്നാമത്തെ രൂപം, തേർഡ് ഫോം ഓഫ് ദ വെർബ്, ഗോൺ. അടുത്തത് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ്, V1 + ing,
അതായത് വെർബിൻ്റെ ആദ്യത്തെ രൂപത്തിൻ്റെ കൂടെ ING ചേർത്തത്. ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഗോ എന്ന വെർബിൻ്റെ കൂടെ ING ചേർത്തു, ഗോയിങ്. അപ്പോൾ ഗോ എന്ന വെർബിൻ്റെ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് ഗോയിങ്. അങ്ങനെ എല്ലാ ക്രിയകളുടെയും ആദ്യ രൂപത്തിൻ്റെ കൂടെ ING ചേർക്കുമ്പോൾ നമുക്ക് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫോം കിട്ടും. ഇനി അടുത്തത് S or ES ഫോം ഓഫ് ദ വെർബ്. വെർബിൻ്റെ S അല്ലെങ്കിൽ ES രൂപം. ഇവിടെ ഗോ എന്ന ക്രിയയാണ് കൊടുത്തത്, അതുകൊണ്ട് അതിൻ്റെ ES ഫോമാണ് കൊടുത്തിരിക്കുന്നത്. GOES, ഗോസ്. ചില ക്രിയകൾക്ക് നമ്മൾ S ഫോമായിരിക്കും, ചില ക്രിയകൾക്ക് ES ഫോമായിരിക്കും. അത് നമ്മൾ ടെൻസ് എടുക്കുമ്പോൾ വിശദമായി പഠിക്കുന്നതാണ്. ഇനി നമുക്ക് ഏതാനും വെർബുകളെക്കുറിച്ച് പഠിക്കാം. സ്ക്രീനിൽ കാണുന്ന ടേബിൾ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഫോംസ് ഓഫ് വെർബ്സ്. വെർബിൻ്റെ ക്രിയകളുടെ രൂപങ്ങൾ. ഒന്നാമത്തെ കളിയിൽ മീനിങ് എന്ന് കൊടുത്തിരിക്കുന്നു. അർത്ഥം എഴുതാൻ വേണ്ടി ഉള്ള കോളമാണത്. പിന്നെ 4 കോളങ്ങൾ V1, V2, V3, V1 + ING. ഒന്നാമത്തെ വെർബായിട്ട് കൊടുത്തിരിക്കുന്നത് ഗോ. V1 ഗോ, V2 വെൻറ്റ്, V3 ഗോൺ, V1 + ING ഫോം ഗോയിങ്. ഇതിലെ ഒന്നാമത്തെ കോളത്തിൽ മലയാളത്തിൽ അർത്ഥം കൊടുത്തിട്ടുണ്ട്. ഗോ എന്ന വെർബിൻ്റെ അർത്ഥം പോവുക, എല്ലാവർക്കും അറിയാം. എന്നാലും ഇത്തരത്തിൽ നിങ്ങളൊരു നോട്ട് ബുക്കിൽ ഒരു പേജിൽ മാർജിനിൽ മലയാളം അർത്ഥങ്ങൾ എഴുതാം. പിന്നെ പേജിൽ ഒരു 4 കോളങ്ങൾ ഇതുപോലെ വരച്ചിട്ട് V1, V2, V3, V1 + ING എന്ന് എഴുതിയിട്ട് നിങ്ങളിതെല്ലാം എഴുതിയെടുത്ത് പഠിക്കണം. രണ്ടാമത്തെ വെർബ് COME, കം, വരുക. കെയിം, കം, കമ്മിങ്. V1 ഉം V3 യും ഒരേപോലെയാണ്, രണ്ടും കം എന്നാണ്. മൂന്നാമത്തേത് സ്റ്റാൻഡ്, നിൽക്കുക. സ്റ്റാൻഡ്, സ്റ്റുഡ്, സ്റ്റുഡ്, സ്റ്റാൻഡിങ്. അടുത്തത് സിറ്റ്, ഇരിക്കുക. സിറ്റ്, സാറ്റ്, സാറ്റ്, സിറ്റിംഗ്. വാക്ക്, നടക്കുക. വാക്ക്, വാക്ഡ്, വാക്ഡ്, വാക്കിംഗ്. റൺ, ഓടുക. റൺ, റാൻ, റൺ, റണ്ണിങ്. V1 ഉം V3 യും റണ്ണ് തന്നെയാണ്. ജമ്പ്, ചാടുക. ജംപ്ഡ്, ജംപ്ഡ്, ജമ്പിങ്. ഡ്രിങ്ക്, കുടിക്കുക. ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക്, ഡ്രിങ്കിങ്. ഈറ്റ്, തിന്നുക. ഈറ്റ്, എയ്റ്റ്, ഈറ്റൺ, ഈറ്റിംഗ്. സ്ലീപ്പ്, ഉറങ്ങുക. സ്ലീപ്പ്, സ്ലെപ്റ്റ്, സ്ലെപ്റ്റ്, സ്ലീപ്പിംഗ്. റൈറ്റ്, എഴുതുക. റൈറ്റ്, റോട്ട്, റിട്ടൺ, റൈറ്റിംഗ്. അടുത്തത് റീഡ്, വായിക്കുക. റീഡ്, റെഡ്, റെറ്റ്, റീഡിങ്. V1 ഉം V2, V3 യും സ്പെല്ലിംഗ് ഒരുപോലെയാണ്, പക്ഷേ അതിൻ്റെ ഉച്ചാരണത്തിൽ വ്യത്യാസമുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. V1-നെല്ലാം 2 അർത്ഥങ്ങളുണ്ടായിരിക്കും. ഉദാഹരണമായിട്ട് ഗോ. ഗോ എന്ന് പറഞ്ഞാൽ പോവുക എന്നാണ് അർത്ഥം. പോകുന്നു എന്നും അർത്ഥമുണ്ട്. അപ്പോൾ അത് ഉപയോഗത്തിനനുസരിച്ചാണ്. അപ്പോൾ ഗോ ടു യുവർ ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ക്ലാസ്സുകളിലേക്ക് പോവുക എന്നാണ്. എന്നാൽ ഐ ഗോ ടു മൈ ക്ലാസ്
എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ എൻ്റെ ക്ലാസ്സിലേക്ക് പോകുന്നു എന്നാണ്. ഇതുപോലെ എല്ലാ V1നും രണ്ടർത്ഥങ്ങളുണ്ട്. വരിക, വരുന്നു, നിൽക്കുക, നിൽക്കുന്നു, ഇരിക്കുക, ഇരിക്കുന്നു, നടക്കുക, നടക്കുന്നു, ഓടുക, ഓടുന്നു, ചാടുക, ചാടുന്നു, കുടിക്കുക, കുടിക്കുന്നു, തിന്നുക, തിന്നുന്നു, ഉറങ്ങുക, ഉറങ്ങുന്നു, എഴുതുക, എഴുതുന്നു, വായിക്കുക, വായിക്കുന്നു. V1ന് രണ്ട് അർത്ഥങ്ങളുണ്ടായിരിക്കും എന്നിപ്പോൾ മനസ്സിലായല്ലോ. ഇനി അടുത്തൊരു ടേബിൾ കൊടുത്തിരിക്കുന്നു. ടേക്ക്, ലുക്ക്, ബ്രിങ്, ബൈ, സെൽ, ഫീൽ, ക്രൈ, ലോഫ്, സ്മൈൽ, വീപ്പ്, സേ, ടെൽ. ഇതിൻ്റെ അർത്ഥങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മറ്റ് ഫോമുകൾ കൊടുത്തിട്ടുണ്ട്. അതതുപോലെ ശ്രദ്ധിച്ച് പഠിക്കുക. ഇനി അടുത്തൊരു ടാബ് കൊടുത്തിരിക്കുന്നു. ടോക്ക്, സംസാരിക്കുക, സ്പീക്ക്, സംസാരിക്കുക, കോൾ, വിളിക്കുക, ത്രോ, എറിയുക, സെൻഡ്, അയക്കുക, റിട്ടേൺ, തിരിച്ചു പോവുക, ആക്സെപ്റ്റ്, സ്വീകരിക്കുക, റിജക്റ്റ്, തള്ളിക്കളയുക, റിസീവ്, സ്വീകരിക്കുക, ആഡ്, ചേർക്കുക, റിമൂവ്, നീക്കം ചെയ്യുക, ക്യാരി, വഹിക്കുക, ഫോൾ, വീഴുക. അതിൻ്റെ മറ്റ് രൂപങ്ങൾ കൊടുത്തിട്ടുണ്ട്. നോക്കി ശ്രദ്ധിച്ച് എഴുതിയെടുത്ത് പഠിക്കുക. ഇനി മറ്റൊരു ടാബ് കൊടുത്തിരിക്കുന്നു. ഗെറ്റ്, കിട്ടുക, ഗിവ്, കൊടുക്കുക, ലൂസ്, നഷ്ടപ്പെടുക. സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. LOSE, ലൂസ് എന്നാണ് വായിക്കേണ്ടത്. അത് ലോസ് എന്ന് വായിക്കുന്നവരുണ്ട്. ലോസ് എന്നാൽ LOSS ആണ്. അതിൽ അർത്ഥം നഷ്ടം എന്നാണ്. അത് നൗൺ ഫോമാണ്. ഇത് നഷ്ടപ്പെടുക എന്നാണ്, വെർബാണ്. അപ്പോൾ ഇത് ലൂസ് എന്ന് വായിക്കണം. വേറെ ലൂസ് ഉണ്ട്, ടൈറ്റിൻ്റെ ഓപ്പോസിറ്റ് LOOSE, ലൂസ് എന്ന വാക്കുണ്ട്. പക്ഷേ ഇത് വായിക്കുമ്പോഴും ലൂസ് എന്ന് തന്നെയാണ് വായിക്കേണ്ടത് എന്ന് ഓർമ്മിക്കുക. പ്രത്യേകം പറഞ്ഞതാണ്. ലൂസ്, ലോസ്റ്റ്, ലോസ്റ്റ്, ലൂസിങ്. അപ്പോൾ ലൂസ് നഷ്ടപ്പെടുക, ലോസ്റ്റ് നഷ്ടപ്പെട്ടു, ലോസ്റ്റ് നഷ്ടപ്പെട്ട. അതായത് V3യുടെ അർത്ഥം വരുമ്പോൾ അങ്ങനെയാണ് വരിക. പിന്നെ ഇനി അടുത്തത് പാസ്, വിജയിക്കുക, ഫെയിൽ, പരാജയപ്പെടുക, ഹോൾഡ്, പിടിക്കുക, ഡിസ്ട്രോയ്, നശിപ്പിക്കുക, ക്രീപ്പ്, ഇഴയുക, ക്രോൾ, ഇഴയുക, മേക്ക്, ഉണ്ടാക്കുക, സ്പ്രിങ്, ചാടുക, നോ, അറിയുക. ഇങ്ങനെ കുറേ വെർബുകൾ എല്ലാം കൂടി ഇങ്ങനെ പറഞ്ഞു തരാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് കഴിയുന്നത്ര വെർബുകൾ ശേഖരിച്ച് പല പുസ്തകങ്ങളിൽ നിന്നും കിട്ടുന്നതെല്ലാം എഴുതിയെടുത്ത് ഇതുപോലെ ഈ രീതിയിൽ ടേബിളാക്കി പഠിക്കുക. ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ എടുത്തു തരുന്നതാണ്. ഇതിൽ പറഞ്ഞതുപോലെ കുറേ വെർബുകൾ കണ്ടുപിടിച്ച് ഇതുപോലെ ടേബിളാക്കി എഴുതി നന്നായി പഠിക്കുക. നിങ്ങളുടെ വൊക്കാബുലറി വർദ്ധിപ്പിക്കുക. നിങ്ങളെപ്പോലെ മറ്റ് കുട്ടികൾക്കും ഈ ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടി പരമാവധി ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.